താങ്ക് യു. Amen. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അവൻ്റെ ദാസി ഓർമ്മപ്പെടുത്തിയതുപോലെ ക്രിസ്തീയ ശിഷ്യത്വം എന്ന വിഷയം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ 8ാമത്തെ സെഷനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 52 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ വചനം ധ്യാനിച്ചത്. അതിൽ 41 മുതൽ 51 വരെയുള്ള വചനങ്ങളിൽ 12 വയസ്സുള്ള ബാലനിൽ നാം യേശുവിനെ കണ്ടു. അന്ന് അറിയപ്പെട്ട ബൈബിൾ സ്കോളേഴ്സിൻ്റെ കൂടെ കർത്താവ് ഇരുന്ന് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുന്നു, പഠിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ആ ഭാഗം ചിന്തിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, 40-ാമത്തെ വാക്യവും 52-ാമത്തെ വാക്യവും ഇത് ബുക്ക് എൻഡുകൾ പോലെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റ് പോലെ മനസ്സിലാക്കണം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് കർത്താവിൻ്റെ ആ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ആ ഡെവലപ്മെൻ്റ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. 12 വയസ്സ് ഉള്ളവനായി നമ്മൾ കർത്താവിനെ കാണുന്നത്. അപ്പോൾ ഈ 40-52 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ വളർച്ചയുടെ ഒരു വിവരണമാണ്. ഈ 2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് 41 മുതൽ 51 വരെയുള്ള വചനങ്ങളിൽ ഇത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലാണെന്നുള്ളത് പിന്നെയും നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രേഷ്ഠരായ അന്നറിയപ്പെട്ട സ്കോളേഴ്സിൻ്റെ കൂടെ കർത്താവ് ഇരുന്ന് കർത്താവിൻ്റെ ആ സംസാരങ്ങൾ അവരെ ആശ്ചര്യപ്പെടുത്തി എന്നുള്ളത് നമ്മൾ കണ്ടു. ന്യായമായി പലർക്കും ചിന്ത വരുന്നത്, അവിടുന്ന് ദൈവമാണ്, അവിടുത്തെ ദൈവത്വത്തിൽ അവിടുത്തെ അറിവുകൾ പൂർണ്ണമാണ്. അത് ഈ സ്കോളേഴ്സിന് അറിയത്തില്ല, അതുകൊണ്ട് അവർ എമേസ്ഡായി പോയതാണ്. എന്നാൽ 40-ാം വാക്യത്തിൻ്റെയും 52-ാം വാക്യത്തിൻ്റെയും ഉള്ളടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഈ അനുഭവം തികച്ചും കർത്താവിൻ്റെ മനുഷ്യത്വത്തിലാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവിൻ്റെ ശൈശവം മുതൽ ആ ബാലനായിരിക്കുന്ന 12-ാം വയസ്സ് വരെ കർത്താവ് ശാരീരികമായും ബുദ്ധിപരമായും വ്യക്തിബന്ധങ്ങളിലും സാമൂഹികമായിട്ടുമൊക്കെ വളരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പാസേജിൽ നിന്ന് നാം ഉൾക്കൊണ്ട നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്, 12 വയസ്സ് ഉള്ളവനായി കർത്താവിന് എത്ര തീവ്രമായ ആഗ്രഹമായിരുന്നു ദൈവവചനം പഠിക്കുവാനും മനസ്സിലാക്കുവാനും. നസ്രയത്തിൽ നിന്ന് കർത്താവ് യെരുശലേമിലേക്ക് വന്നു. നസ്രയത്തിൽ കിട്ടാത്ത ഈ ശ്രേഷ്ഠമേറിയ അനുഭവം യെരുശലേമിൽ കർത്താവ് കണ്ട് മനസ്സിലാക്കി. ജോസഫും മറിയയും മടങ്ങി നസ്രയത്തിലേക്ക് പോകുമ്പോൾ പോകാതെ അവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ആ സീല് നമ്മൾ കണ്ടു. ആദ്യഘട്ടങ്ങളിലൊക്കെ ജോസഫ് വീട്ടിൻ്റെ ലീഡർ എന്ന നിലയിൽ കർത്താവിന് ദൈവവചനം പഠിപ്പിച്ചു കൊടുത്ത് കാണാം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ആ വലിയ തീഷ്ണത, ആഗ്രഹമാണ്. ഇപ്പൊ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മൾക്ക് യേശുവിൻ്റെ ആ മനുഷ്യത്വത്തിലുള്ള ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്ന ആശയമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഒരുപാടിടങ്ങളിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയെ
ഡൗൺ പ്ലേ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ദൈവവചനത്തിന്റെ പ്രാധാന്യതയെ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാര് പോലും ദൈവവചനമല്ല നമുക്കിന്ന് ആവശ്യം എന്നൊക്കെയുള്ള രീതി, സംസാരം അവരിൽ നിന്ന് കേട്ട് ഞാൻ ഷോക്ക്ഡായി പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തികച്ചും തെറ്റായ പ്രസ്താവനയാണ്. അത് മനുഷ്യരെ മിസ്ലീഡ് ചെയ്യുന്നതാണ് എന്ന കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചെങ്കിലും ഒരു പ്രാവശ്യം കൂടെ അടിയര് വരെ ഇട്ട് ഞാനത് രേഖപ്പെടുത്തുകയാണ്. ദൈവവചനത്തിന്റെ പ്രാധാന്യത ഏത് കാലം മാറിയാലും കാലഘട്ടം മാറിയാലും മാറുന്നതല്ല എന്നുള്ളത് ദൈവവചനം നമ്മളെ സാക്ഷീകരിക്കുന്നു. അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ വളർച്ചയുടെ ഈ പ്രത്യേക ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിൻ്റെ ആ തീഷ്ണതയാണ്. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ആ തീഷ്ണതയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. വചനം വായിക്കുക മാത്രമല്ല, അനുഗ്രഹീതരായ പ്രഭാഷകരുടെ ദൈവവചന പ്രഭാഷണങ്ങൾ കേൾക്കുക മാത്രമല്ല, വ്യക്തിപരമായി ദൈവവചനം പഠിക്കുവാനുള്ള ഒരു ആവേശം നമുക്ക് ഉണ്ടാകണം. അത് മാത്രമല്ല, നമ്മുടെ മക്കളെ കൂടെ ഈ ദൈവവചനം കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്നതിൽ ഉത്സാഹിക്കണം എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കിന്ന് സൺഡേ സ്കൂളിൻ്റെ ആയിട്ടുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ യൂത്ത് മീറ്റിംഗ്സ് നമുക്കുണ്ട്. ഇതൊക്കെ നല്ലതാണെങ്കിലും പ്രൈമറിലി മാതാപിതാക്കൾക്കാണ് ഉത്തരവാദിത്വം എന്നതാണ് എനിക്ക് എൻ്റെ പഠനത്തിൽ ഗ്രഹിപ്പാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് മാതാപിതാക്കൾക്ക് ആർക്കും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി പോകുവാൻ സാധ്യമല്ല. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ദൈവവചനത്തിന്റെ ഉള്ളടക്കം കൃത്യമായി പഠിപ്പിക്കുകയും യേശുക്രിസ്തുവിലേക്ക് അവരെ നയിക്കുകയും ചെയ്യണം. അവരുടെ ലൈഫ് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കാൻ ബന്ധപ്പെടേണ്ടവരാണ് മാതാപിതാക്കൾ എന്ന കാര്യം കൂടി ഞാൻ ഒരിക്കൽ കൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് ലൂക്കോസ് 2:51-52 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിച്ചിട്ട് അടുത്ത വേദഭാഗത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്ന് വന്നു. ദൈവമെന്ന നിലയിൽ അവിടുന്ന് സർവജ്ഞാനിയാണ്. പക്ഷെ ഇവിടെ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്ന് പറയുമ്പോൾ അത് തികച്ചും അവിടുത്തെ ഹ്യൂമാനിറ്റിയാണ് എന്നുള്ള കാര്യം പിന്നെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ 51 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര വലിയ കാര്യമാണ് കർത്താവ് ഇവിടെ ചെയ്യുന്നത്. മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. അവിടുന്ന് പെർഫെക്റ്റ് ആണ്, സിൻലെസ് ഹ്യൂമാനിറ്റിയാണ്. അപ്പോൾ തന്നെ അവിടുന്ന് 100% ദൈവമാണ്. ആ ദൈവത്തിന്റെ പുത്രൻ അവിടുത്തെ മനുഷ്യത്വത്തിൽ ഇംപെർഫെക്റ്റ് ആയ യോസഫിനും മറിയയ്ക്കും സറണ്ടർ ചെയ്ത് സബ്മിസീവായിട്ടിരുന്നു. അതൊരു വലിയ സന്ദേശമാണ് നമ്മൾക്ക് തരുന്നത്. ദൈവം നമ്മുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവിക അധികാരങ്ങൾക്ക് നാം കീഴ്പ്പെട്ടിരിക്കണം എന്ന വലിയ സന്ദേശം നമുക്കതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ഇനി ലൂക്കോസ് 3:23 വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. നമുക്കറിയാം, റിയലി ഹി വാസ് നോട്ട് ദി ആക്ച്വൽ സൺ ഓഫ് ജോസഫ്. അവിടുത്തെ കൺസെപ്ഷൻ ബൈ ദ ഹോളി സ്പിരിറ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പൊതുജനം ഇങ്ങനെയാണ് വിചാരിച്ചത്, അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. അപ്പൊ ഈ വാക്യത്തിൽ നിങ്ങൾ കണ്ടോ, ഏകദേശം 30 വയസ്സ് ആയ സമയത്താണ് കർത്താവ് പൊതു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതായിട്ട് കാണുന്നത്. അപ്പൊ 12 വയസ്സിൽ നമ്മൾ യേശുവിനെ കാണും. പിന്നെ ഫ്രം 30 years ഓൺവേർഡ്സ് പബ്ലിക് മിനിസ്ട്രി. ഈ ഇടയ്ക്കുള്ള 18
വർഷത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാം പറയുവാൻ എനിക്ക് സാധ്യമല്ല. കാരണം ദൈവത്തിന്റെ വചനത്തിൽ അത് റെക്കോർഡഡ് അല്ല. എന്നാലും ദൈവവചനത്തിലെ ചില സൂചനകളുടെ വെളിച്ചത്തിൽ അല്പസ്വല്പമായി ആ 18 വർഷത്തെ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കാം എന്ന് ഞാൻ ധരിക്കുന്നു. ചില കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുകയാണ്. അത് പറയുന്നതിൻ്റെ ഉദ്ദേശം ആ യേശുവിൻ്റെ മാതൃക നമ്മൾ പിൻപറ്റണം എന്നതുകൊണ്ടാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സീരീസ് പഠിക്കുന്നത്. ടു നോ ജീസസ് ക്രൈസ്റ്റ് ഇൻറ്റിമേറ്റ്ലി ആൻഡ് ടു ഫോളോ ഹിം. അങ്ങനെ ഫോളോ ചെയ്യാൻ കഴിയുമോ? ഐ വിൽ ടെൽ യു, മാനുഷികമായി ഇംപോസിബിൾ. പിന്നെ എങ്ങനെയാണ് സാധിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നമുക്ക് ആ ഒരു ലൈഫിലേക്ക് ദൈനംദിനം നമുക്ക് രൂപാന്തരപ്പെടുവാൻ കഴിയും എന്നതാണ് നമ്മൾക്ക് തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിപ്പാനായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒന്നാമതായി ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ ഈ 18 വർഷത്തെ ഈ ഗ്യാപ്പ്, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഒരു പദപ്രയോഗമുണ്ട്. അവിടെ നിന്നും ആണ് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകാൻ നമ്മളൊരു ശ്രമം നടത്തുന്നത്. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. നസറേത്തുകാര് പറയുന്നതാണ് മർക്കോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പൊ മർക്കോസ് ഇതിങ്ങനെ പറയുമ്പോഴേ ഇവിടെ ഒരു പദപ്രയോഗം നോക്കിയേ. അവിടുന്ന് തച്ചനല്ലയോ എന്ന്. തച്ചനല്ലയോ? ജീസസിനെ ഒരു കാർപ്പൻ്ററായി അവരറിയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇവിടെ സഹോദരങ്ങളുടെയും സഹോദരിമാരെ കുറിച്ചും ഒക്കെ പരാമർശിക്കുന്നു. അതുപോലെ മറിയയുടെ മകൻ എന്ന് പറയുന്നു. പക്ഷെ ജോസഫിന്റെ കാര്യം സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേദശാസ്ത്രികൾ ചിന്തിക്കുന്നത് 12-ാമത്തെ വയസ്സ് കർത്താവിൻ്റെത് കഴിഞ്ഞിട്ട് പിന്നെ ജോസഫിനെ കുറിച്ച് പരാമർശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് there is a possibility that he must have passed away. അപ്പൊ മറിയയുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നത് ഈ സഹോദരന്മാരുടെ സഹോദരനായ തച്ചനല്ലയോ എന്നൊരു പദപ്രയോഗം. എന്നാൽ നിങ്ങൾ നോക്കിയ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിൽ ഇവൻ തച്ചന്റെ മകനല്ലയോ എന്നൊരു പ്രയോഗം. ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവർ അല്ലയോ എന്ന പദപ്രയോഗം. അപ്പൊ ജോസഫ് തച്ചനാണ്, തച്ചന്റെ മകനാണ് യേശു. പക്ഷെ യേശുവിനെ മാർക്ക് രേഖപ്പെടുത്തുമ്പോൾ തച്ചനായിട്ട് പറയുന്നു. വളരെ ന്യായമായിട്ട് നമുക്കപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ 18 വർഷത്തെ കാര്യങ്ങൾ കിട്ടിയ തെളിവിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്. ജോസഫ് തച്ചനായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പൊ ജോസഫിന്റെ കാലഘട്ടം കഴിഞ്ഞ്, കാരണം ജോസഫ് പിന്നെ സൈലന്റ് ആയിരുന്നു, അതുകൊണ്ട് ന്യായമായിട്ടുള്ള നിഗമനം അദ്ദേഹം മരിച്ചു കാണും. അതിനുശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഹ്യൂമാനിറ്റിയിൽ അവിടുന്ന് ഈ തൊഴില്, ഈ പണി അവിടുന്ന് സ്വീകരിച്ചു, അവിടുന്ന് പണിതു എന്നതാണ് ന്യായമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ തച്ചനല്ലയോ എന്ന ആ പദപ്രയോഗം വിശാല അർത്ഥത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ആശയം കാർപ്പൻട്രി വർക്ക്സ്, അല്ലെങ്കിൽ കസേര ഉണ്ടാക്കുക, മേശ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആശയങ്ങൾ ആകാം. പക്ഷെ വേറെ ചിലർ ചിന്തിക്കുന്നത് കാർഷിക മേഖലയിൽ
ഉള്ള ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്ന നിലയിൽ ചിന്തിക്കുന്നുണ്ട്. മറ്റു ചിലർ ചിന്തിക്കുന്നത് വീടുകളൊക്കെ ബിൽഡ് ചെയ്യുന്ന ബിൽഡറായിട്ടും ആ വാക്കിന്റെ അർത്ഥവ്യാപ്തി അവർ കാണുന്നു. എങ്ങനെയും ആകട്ടെ, അവിടുന്ന് തൊഴില് ചെയ്തു എന്നത് സ്പഷ്ടമാണ്. അത് കാർപ്പൻട്രി വർക്കായിട്ട് തന്നെ ചിന്തിച്ചോളൂ, വുഡ് വർക്ക്സ് ആയിട്ട് ചിന്തിച്ചോളൂ. ഒരു തൊഴില് ചെയ്ത് കർത്താവ് ഉപജീവനം കഴിച്ചു. ഇത് ദൈവമക്കൾ ശ്രദ്ധിക്കണം. 5 അപ്പവും 2 മീനും കൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിച്ച കർത്താവ് അവിടുത്തെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മന്ന ഇറങ്ങി വരികയല്ലായിരുന്നു. നമ്മളിൽ ആരുടെ കൂട്ടും അവിടുന്ന് ഒരു തൊഴില് സ്വീകരിച്ച് കഠിന അധ്വാനം ചെയ്ത് ഉപജീവനം കഴിച്ചു. അവിടുത്തെ അന്നത്തെ ക്രമം അനുസരിച്ച് ഒരു പക്ഷേ 12 മണിക്കൂറോളം അവിടുന്ന് കട്ടിപ്പണി ചെയ്ത് കാണുമെന്ന എന്റെ ചിന്ത. അതുകൊണ്ട് പണി ചെയ്യുന്നത് ഒരു തെറ്റല്ല. പണി ചെയ്യുന്ന ഏത് പണിയാണെങ്കിലും ഡിഗ്നിറ്റി അതിനകത്തുണ്ട്. കർത്താവ് ഈ ആശാരിപ്പണി ചെയ്യുന്നതിൽ ഡിഗ്നിറ്റി കണ്ടെത്തി അവിടുന്ന് കട്ടിയായിട്ട് പണി ചെയ്തു എന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ദൈവവചനം കേൾക്കുന്നവർ ഇവിടെ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. കൊച്ചുമക്കളൊക്കെ അടുത്തുള്ളപ്പം അവരെ കണ്ട് ചിരിക്കാനൊക്കെ നമുക്ക് തോന്നും. അങ്ങനല്ല. കൊച്ചുമക്കളെ കളിപ്പിക്കുന്ന ഒരു സമയമായിട്ട് ഇതെടുക്കാതെ ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ കട്ടിപ്പണി കർത്താവ് ചെയ്യുമ്പോൾ ജോസഫ് മരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ കുടുംബത്തെ പോറ്റേണ്ട ഉത്തരവാദിത്വം മൂത്ത മകൻ എന്ന നിലയിൽ കർത്താവിൻ്റെതാണ്. അമ്മയുണ്ട്, 4 സഹോദരന്മാരുണ്ട്, 2 സഹോദരിമാർ എങ്കിലും, കൂടുതലുണ്ടോ എനിക്കറിയില്ല, ബഹുവചനത്തിലാണ്, 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ കുടുംബത്തിന്റെ ആ നമ്പർ നിങ്ങൾ നോക്കുകയെ, 4ഉം 2ഉം 6, അമ്മ 7, ജീസസ് ഹിംസെൽഫ് 8. 8 പേരടങ്ങുന്ന ഈ ഫാമിലിയെ തൊഴില് ചെയ്ത് കട്ടിപ്പണി ചെയ്ത് യേശു പോറ്റി. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അനുഗമിക്കുവാനായി തയ്യാറാകുന്ന ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. യേശു ഒരു ലേസി ആളല്ലായിരുന്നു. TV-യിലെ നല്ല പ്രോഗ്രാമും ഒക്കെ കണ്ട് പൊട്ടറ്റോ ചിപ്സും ഒക്കെ കഴിച്ച് ഇങ്ങനെ കുറിച്ചുകൊണ്ട് പിന്നെ കുറച്ചു സമയം വാട്സാപ്പിൽ ആർക്കെങ്കിലും സന്ദേശമൊക്കെ അയച്ച് പിന്നെ ഇന്നത്തെ പ്രസംഗത്തെക്കുറിച്ച് 4 വിമർശനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് അങ്ങനെയുള്ള ഒരാളല്ല യേശു. യേശുവിനെ അനുഗമിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് വീടിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തയാളാണ് യേശു. എന്നിട്ട് പണി ചെയ്ത് അവർക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുവിന്റെ ഇളയത്തിങ്ങൾ എന്ന് പറയുമ്പോൾ ഹാഫ് ബ്രദേഴ്സ് ആൻഡ് ഹാഫ് സിസ്റ്റേഴ്സ്, അത് ജോസഫിന്റെയും മേരിയുടെയും വിവാഹത്തിന്റെ അനന്തര ഫലമായി നാച്ചുറലായിട്ടുണ്ടായ മക്കൾ. ദേ ആർ ഹാഫ് ബ്രദേഴ്സ് ഓഫ് ജീസസ്. ഇവരാരും യേശുവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെയുള്ളവരെ തീറ്റിപ്പോറ്റിയത് യേശുവാണ്. ഓക്കെ. അന്നത്തെ ജോസഫിന്റെ കാലഘട്ടം കഴിഞ്ഞ് വീട്ടിലെ ലീഡർ എന്ന നിലയിൽ അവർക്ക് ആത്മീക നേതൃത്വം കൊടുക്കുന്നത് ജീസസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള കാര്യവും കൊടുക്കുന്നു, ഉപദേശപരമായ കാര്യവും കൊടുക്കുന്നു,
ഇവർ ഈ ഉപദേശം കൈക്കൊള്ളുന്നില്ല. യേശു അവിടുത്തെ ക്ലെയിംസോ ഒന്നും ഇവര് ഗ്രഹിച്ച് യേശുവിന്റെ അനുയായികൾ ആ സമയത്താകുന്നില്ല. ഇൻഫാക്ട് യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് ഇവർ വിശ്വാസികളാകുന്നത്. ആ സാഹചര്യത്തിലും പിറുപിറുപ്പ് കൂടാതെ ഞാനേ ഈ വീട് വിട്ടിട്ട് വേറെ ഒരു ഫ്ലാറ്റ് എടുക്കാം, വേറെ ഒരു വില്ല എടുക്കാം, അതായിരിക്കും നല്ലത്, ഇവന്മാരുടെ കൂടെ പറ്റത്തില്ല. ആ മനോഭാവം അല്ലായിരുന്നു യേശുവിനെ. അമ്മയോടുള്ള കടപ്പാടുകൾ, ഇളയത്തുങ്ങളോടുള്ള കടപ്പാടുകൾ കട്ടിപ്പണി ചെയ്ത്, ഐ ബിലീവ് ഹിസ് ഹാൻഡ്സ് വർ ഹാർഡ് വർക്കിംഗ് ഹാൻഡ്സ്. ഈ ലോകത്തിലേക്ക് അവിടുന്ന് വന്ന് നമുക്ക് ഫോളോ ചെയ്യാൻ ഒരു മാതൃക വെച്ചു. അവിടുത്തെ മനുഷ്യത്വത്തിൽ ഈ വിമർശിക്കുന്ന ഇളയത്തുങ്ങൾ, ഓഫ്കോഴ്സ് മേരിയെ കാറ്റഗറിയിൽ കൂട്ടേണ്ട ആവശ്യമില്ല, എന്നാൽ ഈ സഹോദരങ്ങളും സഹോദരിമാരും അവിടുത്തേതിൽ വിശ്വസിച്ചില്ല. അവർക്ക് അവിടുന്ന് അവരുടെ സസ്റ്റനൻസിനുള്ളത് കരുതിയെന്നാണ് ന്യായമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. മൂത്തപ്പൻ എന്ന നിലയിൽ ഫാമിലിക്ക് വേണ്ടി അവിടുന്ന് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന നിലയിൽ അവിടുന്ന് അത് ഒരു രണ്ടാം കിട താഴെക്കിട കാര്യമായിട്ട് കൺസിഡർ ചെയ്തില്ല. ഈവൻ പോളിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമെങ്കിൽ ലെതർ വർക്ക്സ്, കൂടാരപ്പണി ചെയ്ത് അവിടുന്ന് അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഫുൾ ടൈമിലേക്ക് അല്ലെങ്കിൽ അവിടുന്ന് പരസ്യ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഫുള്ളായിട്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് പോയി. എന്നാൽ അതുവരെയുള്ള സമയത്ത് അവിടുന്ന് ന്യായമായി ഫാമിലിയെ പോറ്റി പുലർത്തി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. വളരെ വിചിത്രമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നത് കൂടുതൽ പറയാതൊന്ന് പരാമർശിക്കേണ്ടത് ആവശ്യമെന്ന് എനിക്ക് തോന്നിപ്പോകുകയാണ്. കല്യാണം കഴിക്കുമ്പോൾ തന്നെ അനേക പുരുഷന്മാരുടെ ഒരു ലക്ഷ്യം ഈ പ്രൊഫഷണലി വല്ല ക്വാളിഫൈഡ് ആയാൽ അക്കരെ കടന്നാൽ അവർ ജോലി ചെയ്തോളൂ. അപ്പൊ നമ്മളോ, നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യണ്ട, തല്ലിക്കൂട്ടി ദാനിയേലച്ചായനെയും ചാക്കോച്ചായനെയും മത്തായിച്ചാനും കൂടെ കൂടി ഒരു പുതിയ സഭ നമുക്ക് ഉണ്ടാക്കിയാൽ ജോലി എന്ന് പറഞ്ഞാൽ ജോലിയുമായി, കാശിനും ഉപജീവനത്തിനും പോയി അധ്വാനിക്കാനായി കല്യാണം കഴിച്ച പുള്ളിക്കാരത്തി പോയി കാര്യം ചെയ്തോളും. ഇങ്ങനെയുള്ള പ്രവണതകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ യേശുവിന്റെ മാതൃക നമ്മൾ മനസ്സിലാക്കണം. ഭയങ്കര ആത്മീയമൊക്കെ നമ്മൾ കാണിക്കും. നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉപജീവനത്തിനുള്ള കാര്യം നോക്കുന്നത് ആത്മീയതയുടെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിതാവാം ദൈവം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ കുടുംബത്തെ കൊടുത്തു. ഹാഫ് ബ്രദേഴ്സ്, ഹാഫ് സിസ്റ്റേഴ്സ്, മദർ മേരി, ഇതൊക്കെ പിതാവ് അനുവദിച്ചിട്ടല്ലേ? അപ്പം പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന പുത്രനെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. അനുഗമിക്കാൻ മനസ്സുണ്ടോ? അത് ആത്മീയതയുടെ ഭാഗമാണ്. യെസ്, ഏകദേശം 30 വയസ്സുള്ളവനായി ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കഴിഞ്ഞ് അവിടുന്ന് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടുന്ന് ഫുൾ ടൈമായിട്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ അതുവരെയോ ആ ദീർഘ 18 വർഷത്തിൽ എവിടെയോ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതോട് ചേർന്ന് തച്ചനായ യേശു അവിടുത്തെ പ്രൊഫഷനോടുള്ള ബന്ധത്തിൽ യാതൊരു മറിമായവും കാണിച്ചിട്ടില്ല. അതെന്താണ് മറിമായം? ഞാൻ ഇന്നത്തെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. എങ്ങനെയാണ് കർത്താവിന് ഒരു കടയുണ്ടായിരുന്നോ, കടമുറി ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. ഓർഡർ അനുസരിച്ചാണോ ഈ തടി കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അറിഞ്ഞുകൂടാ. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാം,
തേക്കിന്റെ തടിക്ക് ഓർഡർ ഉള്ളതിന് വട്ടമരത്തിന്റെ മരം വെച്ച് കാര്യങ്ങൾ ചെയ്ത് പോളിഷ് ചെയ്തത് തേക്കാക്കത്തില്ലെന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ പറയാം. അതെങ്ങനെ പാസ്റ്റർക്ക് അറിയാമെന്നത്? കാരണം വേദപുസ്തകം പറയുന്നു, അവിടുന്ന് ഒരു പാപവും ചെയ്തിട്ടില്ല. തൊഴിലിൽ വെട്ടിപ്പുകൾ നടത്തിയിട്ടില്ല. 2, അവിടുത്തെ ഉള്ളിലിരിപ്പ് നസ്രയത്തിലെ ഏറ്റവും വലിയ മില്യണർ ആകണമെന്നുള്ളതല്ല. പിതാവ് വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ചെയ്ത് അനുസരണത്തോടെ പിതാവിനെ പ്രസാദിപ്പിക്കണം. എന്നിട്ട് ഇളയത്തിങ്ങളെയും അമ്മയുടെയും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. യേശുവിനെ അനുഗമിക്കാൻ യേശു നമ്മുടെ മുൻപിൽ നടക്കുന്നു. യേശുവിനെ നമുക്ക് അനുഗമിക്കാം പ്രിയരെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വളരെ കൃത്യമായി, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. പക്ഷേ ജീസസ് എങ്ങും ഫ്രസ്ട്രേറ്റഡ് ആകത്തില്ല. അവനെയൊക്കെ സഹിക്കണമല്ലോ. നോ, യേശു സഹിച്ച് അവർക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ കൊടുക്കുകയാണ്. അവരാരും ജീസസിൽ വിശ്വസിച്ചില്ല, അവരുടെ കൂടെ താമസിച്ച യേശു. അല്ലാതെ യേശു ആ സമയത്ത് മാറി ഒരിടത്ത് താമസിക്കുകയല്ല. അത് പബ്ലിക് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പോകുന്നത്. അന്നേരത്തേക്കും ഇവർക്ക് അമ്മയുടെ ഉത്തരവാദിത്വം നോക്കാൻ തക്കവണ്ണം ഇവരും പ്രായമായി. മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 20-21 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അതിന്റെ ലാസ്റ്റ് ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്, അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നെന്ന് യേശുവിന്റെ ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞ ഫോഴ്സ്ഫുൾ ആയിട്ട് കർത്താവിനെ പിടിച്ചോണ്ട് പോകും. അവരുടെ ആരോപണം എന്താ? അവന് ബുദ്ധിഭ്രമമാണ്. എന്താണ് ബുദ്ധിഭ്രമം? കാരണം യേശു ശുശ്രൂഷയിൽ വ്യാപൃതനായി ഭക്ഷണം കഴിക്കാനായിട്ട് യേശുവിന് സാധിച്ചില്ല. അവരുടെ നോട്ടത്തിൽ ഹി ഈസ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ്. യേശുവിന്റെ ക്ലെയിംസ് അവർ ബിലീവ് ചെയ്യുന്നില്ല. യേശുവിനെ നിന്ദിക്കുന്ന അനുഭവങ്ങൾ, കളിയാക്കുന്ന അനുഭവങ്ങൾ വേറെയുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് വാസ്തവത്തിൽ അവിടുത്തെ പ്രയോഗങ്ങൾ അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അവരുടെ കൂടെ യേശു താമസിച്ച് അവർക്കാവശ്യമുള്ള കാര്യങ്ങളെ ഉത്തരവാദിത്വത്തോടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ കർത്താവ് നിർവഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 18 വർഷം നടന്നത്, ഇതിന്റെ ഏതൊരു ഭാഗത്താണ് ഇത് നടക്കുന്നത്? സ്നാനപ്പെട്ട് കഴിഞ്ഞ ഒരു ശബ്ദം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് പിതാവ് അങ്ങനെ പറയുന്നത്? തീർച്ചയായിട്ടും സ്നാനം അതിനകത്തെ ഒരു പ്രധാന കാര്യമാണ്. പക്ഷേ ദ ഫാദർ ഈസ് ഒബ്സർവിങ് ഈവൻ ദ ലൈഫ് ബിഫോർ. ഈ 10-18 വർഷത്തെ എല്ലാം ശ്രദ്ധയോടെ പിതാവാം ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്രം. സൈലന്റ് ഇയേഴ്സ് ആണ്. പബ്ലിക് മിനിസ്ട്രിക്ക് വരുന്നതിന് മുമ്പാണ്. ഒരത്ഭുതവും ചെയ്തതായിട്ട് രേഖയില്ല, ഒരു പ്രസംഗവും പ്രസംഗിച്ചതായിട്ട് രേഖയില്ല. പിന്നെന്തുവാ ഈ മിനിസ്ട്രി? നമുക്ക് മാതൃകയായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ലൈഫ് ജീവിക്കുകയാണ്. യേശുവിനെ നമുക്ക് അനുഗമിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ. അതുപോലെ അവിടുത്തെ സോഷ്യൽ ലൈഫ്, അവിടുത്തെ സാമൂഹ്യ ജീവിതം. നമ്മളെപ്പോലെ തന്നെ കർത്താവിന് അയൽവാസികൾ ഉണ്ടെന്ന എൻ്റെ ചിന്ത. ഇവിടെ ഒന്നും ആരുമായിട്ടും ഒരു എൻകൗണ്ടർ നടക്കുന്നതായിട്ടില്ല. അതുപോലെ സമൂഹത്തിൽ താമസിക്കുമ്പോൾ ദേശത്തിന്റെ നിയമ ലംഘനങ്ങൾ നടത്തുന്നതായിട്ട് രേഖയില്ല. ഏറ്റവും അവസാനം കർത്താവിനെ ക്രൂസിഫൈ ചെയ്യുമ്പോഴെങ്ങനെയാണ്? 6 കോടതികൾ മാറി മാറി കുറ്റങ്ങൾ ആരോപിച്ചത്, വ്യാജ കുറ്റങ്ങൾ ആരോപിച്ച് കർത്താവിനെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു വാദമില്ലാതെ കർത്താവിനെ ക്രൂശിക്കുകയായിരുന്നു. യെസ്, നമ്മൾക്ക് മനസ്സിലായി ഇതെല്ലാം ഗോഡ് ഇസ് ഇൻ കൺട്രോൾ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം അവിടുന്ന് അല്ലാതെ ഒരു ലോ ബ്രേക്കർ ഒരിക്കലുമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നമുക്ക്
അനുഗമിക്കാം. ഒരു സാധാരണ വിശ്വാസി എന്ന പ്രയോഗം ഞാൻ ഉപയോഗിക്കട്ടെ. നമ്മളോടുള്ള ബന്ധത്തിൽ യേശുവിനെ എങ്ങനെ അനുഗമിക്കുന്നത്? വേദപുസ്തകം പറയുന്നത് പതിവായിട്ട് അവിടുന്ന് സിനഗോഗിൽ ശബത്തിലെത്തിയെന്ന, ഒരു പ്രസംഗവും പ്രസംഗിക്കാതെ 12-ാമത്തെ വയസ്സിൽ ഇത്രയധികം ജ്ഞാനം വെളിപ്പെട്ട് ജ്ഞാനികളായ ബൈബിൾ സ്കോളേഴ്സ് അന്തം വിട്ടു. ഈ 18 വർഷം പ്രസംഗിക്കാതിരിക്കാൻ ഒക്കുമോ? നമുക്കൊക്കത്തില്ല. നമുക്ക് പ്രസംഗിക്കുകയോ പ്രബോധനം ചെയ്തില്ലെങ്കിൽ ഹാർട്ട് ഫെയിൽ ആയി പോകും. ജീസസ് was so patient that he was in the synagogue every Sabbath but did not preach a sermon. It's not recorded in the Bible. സ്തോത്രം. നസറത്തുകാരെല്ലാം നേരിട്ട് കർത്താവിന്റെ ലൈഫ് കാണുകയാണ്. ഈ ജ്ഞാനമുള്ള കർത്താവ് വന്ന് ശാന്തമായി, ഞാൻ പിന്നെ നമ്മുടെ ടെർമിനോളജി ഉപയോഗിക്കുക, ഒരു സാധാ വിശ്വാസിയെ പോലെ അവിടുന്ന് അവിടെ ഇരിക്കുകയാണ്. പിന്നീടാണ് 4-ാം അധ്യായത്തിൽ നസ്രയത്തിൽ വന്ന് അവിടുന്ന് യെശയ്യാ പ്രവചനത്തിന്റെ ചുരുള് തുറന്നുകൊണ്ട് അവിടുന്ന് വായിക്കുകയും അവർക്ക് പ്രബോധനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത്. അത് പിന്നീട് ഒരു അവസരത്തിൽ വരുന്ന ആഴ്ചകൾ തീർച്ചയായിട്ടും നമുക്ക് അത് ചിന്തിക്കാൻ കഴിയും. നമുക്ക് മുന്നോട്ട് പോകാം. 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യത്തിൽ ജീസസിന്റെ ബാപ്റ്റിസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഒരു അല്പസമയം നമുക്ക് നിൽപ്പാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇതെല്ലാം 18 to 30 years, ഇവിടെ ഏകദേശം 30 വയസ്സുള്ളവനായിട്ടാണ് നമ്മൾ കർത്താവിനെ കാണുന്നത്. അപ്പം ഈ ഗ്യാപ്പിലെല്ലാം വാട്ട് ഡിഡ് ജീസസ് ഡു എന്ന് ദൈവവചനത്തിലെ ചില സൂചനകളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുക. മറ്റൊരു കാര്യവും ഞാൻ പറയാത്തത് ആധികാരികമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യമല്ല. സ്പെക്കുലേഷൻസിന്റെ ആവശ്യം നമുക്കില്ല. കിട്ടിയിരിക്കുന്ന ചില പദപ്രയോഗത്തിന്റെ തെളിവുകളിൽ യേശുക്രിസ്തുവിന്റെ ലൈഫിനെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് വരച്ചു കാട്ടുവാനുള്ള ശ്രമമാണ്. ഉദ്ദേശം ഇതാണ്: പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ നമുക്കൊരുമിച്ച് ആത്മാവിന്റെ ശക്തിയോടെ ഈ യേശുവിനെ അനുഗമിക്കണം. 3-ാം അധ്യായം 21-22 വാക്യം. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ലൂക്കോസ് മാത്രമേ ഈ പ്രാർത്ഥിക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നുള്ളൂ. മാത്യുവിലൊന്നും നമ്മൾ അത് കാണുകയില്ല. 22-ാം വാക്യം. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്നതുപോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇവിടെ 1-2 കാര്യം ഞാൻ പ്രാരംഭത്തിൽ പറയുന്നത് നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ഒന്ന്, ഇത് എഴുതിയ പശ്ചാത്തലം, അതിന്റെ 18-20 വാക്യം നിങ്ങൾ നോക്കിയാൽ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പ്രിസണിൽ ലോക്കപ്പ് ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ പിന്നെ സ്നാനപ്പെടുത്തിയതാരാണ്? പലപ്പോഴും നമ്മൾ നോട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന് 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ജോണിന്റെ അടുത്ത് വന്ന് ജോൺ ആണ് ബാപ്റ്റൈസ് ചെയ്യുന്നത്. ആ ജോൺ ബാപ്റ്റൈസ് ചെയ്ത കാര്യം ലൂക്കോസിന്റെ 3:21-22 എഴുതിയിട്ടുണ്ട്. പക്ഷേ 20-ാമത്തെ വാക്യത്തിൽ ജോണിനെ പ്രിസണിലിട്ടെന്നാ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങൾ പഠിക്കുന്നവരായതുകൊണ്ട് ഇത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, നമ്മുടെ ഇമ്മീഡിയറ്റ് വിഷയമായിട്ട് ഇത് കണക്റ്റഡ് അല്ല. ലൂക്ക് ഇത് എഴുതുമ്പോൾ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല എഴുതുന്നത് എന്നതുകൊണ്ടാണ് അറിയപ്പെട്ട ഒരു വേദ പണ്ഡിതൻ പറയുന്നത്, ഈ 20-ാമത്തെ വാക്യത്തിൽ സിംപ്ലി ലൂക്ക് നടന്ന സംഭവത്തെ, ഈ സ്റ്റോറിയുടെ അവസാനത്തെ നേരത്തെ അങ്ങ് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ക്രോണോളജിക്കൽ ഓർഡറിൽ മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സുവിശേഷങ്ങളുടെ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾക്ക് കാര്യത്തെക്കുറിച്ച് ഒരു വേണ്ട നിലയിൽ ഒരു അറിവ് നമ്മൾക്ക് കിട്ടുന്നത്.
അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത് നിങ്ങൾ പഠിക്കുന്നവരായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഉടനെ ഒരു കൺഫ്യൂഷനായി മാറേണ്ട ആവശ്യമില്ല. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നതാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത്. അത് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യത്തിന്റെ ചേർന്ന് കിടക്കുന്ന പാരലൽ പാസേജ് ആണ്. പാരലൽ പാസേജിൽ മാത്യു വളരെ വിശദീകരിച്ച് കാര്യം കൊടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് അവിടെ നിന്നാണ് വായിച്ച് 2-3 കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നത്. അതിലെ ഒരു കാര്യം ഇമ്മീഡിയറ്റ് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും വേദശാസ്ത്രപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം ഇതൊന്ന് വായിക്കാം. മാത്യു 3:13-17. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനക്കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അപ്പൊ 2-3 കാര്യം പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, യേശുവിനെ അനുഗമിക്കുക എന്ന സബ്ജക്റ്റുമായി ഇമ്മീഡിയറ്റ് ബന്ധം ഇല്ല എങ്കിലും ഈ ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അവഗണിക്കാൻ കഴിയാത്ത വേദശാസ്ത്രപരമായി നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ടെക്സ്റ്റ് പുതിയ നിയമത്തിൽ പിതാവാം ദൈവം സംസാരിക്കുന്നു. പുത്രനായ യേശു സ്നാനപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ കർത്താവിന്റെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നു. വളരെ കൃത്യമായി ത്രിത്വ ഉപദേശത്തെ നമുക്ക് കാണിച്ചു തരുന്ന അതിപ്രധാനമായ ഒരു വേദഭാഗമാണ് പുതിയ നിയമത്തിൽ. അനേക വേദഭാഗങ്ങളുണ്ട്, അവിടേക്ക് ഞാൻ പോകുന്നില്ല. ഈ ടെക്സ്റ്റിൽ മാത്രം നിൽക്കുകയാണ്. ഈ ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് പറയാം. പൊതുവെ ക്രൈസ്തവ ഗോളത്തിൽ ഒരു ദുരുപദേശമാണ് ത്രിത്വ ഉപദേശത്തിന് ആളുകളുടെ പഠിച്ചു വെച്ചിരിക്കുന്നത്. മോഡലിസം എന്ന് പറഞ്ഞ ഒരു ദുരുപദേശം. അതെന്താണ്? ഇങ്ങനെയാണ് ചിലര് പ്രചരിപ്പിക്കുന്നത്. ഞാൻ ഒരു സഭയുടെ പാസ്റ്ററാണ്, ഞാൻ എൻ്റെ ഭാര്യയുടെ ഭർത്താവാണ്, ഞാൻ എൻ്റെ മക്കളുടെ അപ്പനാണ്. കണ്ടോ, ഒരാള് 3 റോളുകളിൽ. അതല്ല ബൈബിൾ പറയുന്ന ത്രിത്വ ഉപദേശം. കൃത്യമായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം. വേർപെട്ട സമൂഹത്തിൽ പോലും ഇങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്ന ആളുകളുമുണ്ട്. അതല്ല ത്രിത്വ ഉപദേശം, അത് മോഡലിസം എന്ന് പറയുന്ന ഒരു കടുത്ത ദുരുപദേശമാണ്. അങ്ങനെ ഒരാൾ മോഡലിസമാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ ടെക്സ്റ്റിനോട് നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ എന്തു പറയും? 3 പേഴ്സൺസിനെയും കാണാൻ കഴിയുന്ന ഒരു ടെക്സ്റ്റാണ്. We hear the Father, we see the Son taking water baptism, and we see the Holy Spirit. ഇല്ലേ? അപ്പം ഒരാള് വിവിധ റോളുകൾ എന്ന ആശയം ബിബ്ലിക്കൽ അല്ല എന്ന് ഞാൻ പറയട്ടെ. അപ്പൊ ട്രിനിറ്റിയുടെ ഒരു ക്ലാസ് അല്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഈ ഭാഗം വന്നപ്പോൾ അത് പറയാതെ ഇരിക്കുന്നതും ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ പറയുന്നു. ഞാൻ അതുകൊണ്ട് 2 ഡെഫിനിഷൻസ് പറഞ്ഞ്
ആ ഭാഗം ഞാൻ വിടുവാൻ താല്പര്യപ്പെടുകയാണ്. എന്റെ ഓർമ്മ ശരിയെങ്കിൽ നമ്മുടെ പഴയ ഒരു ക്ലാസ്സിൽ ഇതിന്റെ ഒരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ 2 ഡെഫിനേഷൻ പറയാം. തൃത്വം ദൈവവചനത്തിൽ ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്, വെളിപ്പാടാണ്. ചിലർക്ക് അങ്ങ് ഭയങ്കര വിഷയമാണ്. ട്രിനിറ്റി എന്ന വാക്ക് എഴുതിയിട്ടുണ്ടോ? ഇല്ല സഹോദരങ്ങളെ. എന്നാൽ ബൈബിളിൽ ദൈവം ത്രിയേകനാണെന്നുള്ള വെളിപ്പാട് മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ട്രിനിറ്റി, ത്രിത്വം. അപ്പൊ 2 കർത്തൃദാസന്മാരുടെ ഡെഫിനിഷൻ ഞാൻ പറയാം. ഒന്ന്, വെയിൻ ഗ്രൂഡം എന്ന് പറയുന്ന ഒരു വേദശാസ്ത്രിയാണ്. അദ്ദേഹം പറയുന്നത് ആദ്യം ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ഞാൻ പിന്നീട് അതിന്റെ മലയാളം പറയാം. എന്താ മലയാളം പറഞ്ഞ പോരാ. കാരണം എന്റെ മലയാളം തർജ്ജമയിൽ ഒരു തെറ്റ് പറ്റിയാൽ പോലും ശരിയായ ഇംഗ്ലീഷ് അവിടെ കിടക്കണം. വേദശാസ്ത്രത്തിൽ ഒരു വാക്ക് പോലും തെറ്റരുതെന്നുള്ള ഒരു എംഫസിസ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നത്. വെയിൻ ഗ്രൂഡം പറയുന്നത് ശ്രദ്ധിക്കുക. God eternally exists as 3 persons, Father, Son, and Holy Spirit. And each person is fully God, and there is one God. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യക്തികളായി ദൈവം നിത്യമായി നിലനിൽക്കുന്നു. ഓരോ വ്യക്തിയും പൂർണ്ണമായി ദൈവമാണ്, ഒരു ദൈവമാണ്. ഓക്കെ. ഇനി ജെയിംസ് വൈറ്റ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു അപ്പോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. Within the one being that is God, there exists eternally 3 co-equal and co-eternal persons, namely the Father, the Son, and the Holy Spirit. മലയാള വിവർത്തനം: ദൈവം എന്ന ഏക സത്തയിൽ, ബീയിങ്ങിന് ഞാൻ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 സമത്വവും നിത്യരുമായ വ്യക്തികൾ ശാശ്വതമായി നിലനിൽക്കുന്നു. റൈറ്റ്? 1 God, 3 persons. ഇതാണ് ബൈബിളിലെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. വളരെ കൃത്യമായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം. മോഡലിസം എന്നുള്ളത് ദുരുപദേശമാണ്. പഴയ നിയമത്തിൽ തന്നെ തൃത്വത്തിന്റെ ആശയം വെളിപ്പെടുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായി പുതിയ നിയമത്തിലാണ് തൃത്വ വെളിപ്പാട് നമ്മൾ കാണുന്നത്. അപ്പം ചിലർക്ക് അത് വലിയ ഒരു പ്രശ്നമാണ്. ഇത് അങ്ങോട്ട് മനസ്സിലാക്കാൻ ഒക്കുന്നില്ല. യു മേ നെവർ അണ്ടർസ്റ്റാൻഡ് in your logic or by your reasoning about Trinity. പക്ഷെ ഇതൊരു വെളിപ്പാടാണ്. എന്നെ സംബന്ധിച്ചോളം ഈ നാഴിക വരെ എനിക്ക് തൃത്വത്തെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം ദൈവത്തെക്കുറിച്ച് ബൈബിൾ, ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്ന വെളിപ്പാടാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാനത് വിശ്വസിക്കുന്നു, അപ്പാടെ സ്വീകരിക്കുന്നു. എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ ഇത് ആണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങൾ, 16-17 വാക്യങ്ങളിൽ നമുക്ക് 3 വ്യക്തികളും അവിടെ വെളിപ്പെടുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ശ്രദ്ധിക്കണം, പിതാവ് പുത്രനല്ല, പുത്രൻ പിതാവല്ല, പുത്രൻ പരിശുദ്ധാത്മാവല്ല. 3 distinct persons. പക്ഷേ God is one.
ഇപ്പൊ ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു മിസ്റ്ററിയാണ്. നമ്മൾ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ലെങ്കിലും ദൈവത്തിന്റെ വചനം അത് പഠിപ്പിക്കുന്നത് കൊണ്ട് നാം അത് മനസ്സിലാക്കുന്നു, നമ്മൾ അത് സ്വീകരിക്കുന്നു. നിങ്ങൾ പ്രധാനമായി ഈ ഡെഫിനിഷനിൽ നിന്നും ദൈവത്തിന്റെ വചനത്തിൽ നിന്നും പറയാൻ ഞാൻ ശ്രമിക്കുന്നത് 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. 1, ഗോഡ് ഈസ് 3 persons. 2, ഈച്ച് പേഴ്സൺ ഫുള്ളി ഗോഡ്. 3, there is only one God. ഈ 3 സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ പറഞ്ഞതിനകത്ത് ത്രിത്വത്തിന്റെ ആശയം ഉണ്ട്. പിന്നെ ദൈവം നമ്മളെ മുന്നോട്ട് നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കർത്താവ് നമുക്ക് തരുന്ന കൃപയ്ക്കനുസരിച്ച് we will meditate on this wonderful doctrine of Trinity. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സ്നാനത്തിന്റെ വിഷയമാണ് നമ്മൾ മാത്യു ചാപ്റ്റർ 3 നമ്മൾ വന്ന് അവിടുന്ന് 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചത്. ഇനി നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോക്കിക്കേ ആ 13-ാമത്തെ വാക്യം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ അക്കരെ അവന്റെ അടുക്കൽ വന്നു. ഗലീലയിൽ നിന്ന് യോർദാൻ അക്കരെ അവന്റെ അടുക്കൽ വന്നു. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 3:21 നോക്കി. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിളിച്ചു പറയുന്ന എ വോയിസ് ഇൻ ദ വിൽഡർനെസ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായി ജോണിന്റെ പ്രസംഗം കേൾക്കാൻ വരുന്ന ആളുകൾ അവർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്ന അനുഭവം. അപ്പൊ നല്ലതുപോലെ പുരുഷാരമുണ്ട് എന്നത് നമ്മൾ അനുമാനിച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണം. യേശു അത്ഭുതം ചെയ്തിട്ടില്ല, ആ നിലയിൽ യേശുവിനെ ആളുകൾക്കറിയില്ല. യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട് പൊതുജനത്തിനില്ല. യേശു ഒരു ക്യൂ ആയിട്ട് നമ്മൾ ചിന്തിക്കുക, ജനത്തിന്റെ ഇടയ്ക്ക് ശാന്തമായി ഒരു വ്യക്തിയായി, ഒരു സാധാരണക്കാരായിട്ട് നിൽക്കുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുമോ, ചിന്തിക്കാൻ കഴിയുമോ? ബാക്കിയെല്ലാവരും നിൽക്കുന്നത് പാപികളാണ്. പ്രസംഗത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെടുമ്പോൾ, മാനസാന്തര സ്നാനത്തിന് വേണ്ടി ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ അടുക്കൽ വരുമ്പോൾ പാപമൊരിക്കൽ പോലും ചിന്തിക്കാത്ത, പാപം അറിയാത്ത ദൈവത്തിന്റെ പുത്രനായ യേശു പാപികളോട് താതാത്മ്യപ്പെടാൻ അവരുടെ ഇടയിൽ വന്ന് നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ആ താഴ്മ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഒരു സ്പെഷ്യൽ പ്ലേസും അവിടുന്ന് ആഗ്രഹിക്കാതെ അവരുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. Praise the Lord. Identify yourself with the sinners. Praise the Lord. സ്തോത്രം. ഞാൻ അവിടെ കാണുന്നത് പ്രിയരെ യേശുവിന്റെ താഴ്മയാണ്. മാത്രമല്ല, ഇങ്ങനെ ഈ പാപികളുടെ കൂടെ അവിടുന്ന് നിൽക്കുകയാണെങ്കിൽ നാട്ടുകാരെന്തോ വിചാരിക്കും? ഉറപ്പല്ലേ കുശുകുശുപ്പുണ്ടാകുമെന്ന്. മറിയുടെ മോഞ്ചം നിൽക്കുന്ന കണ്ടോ? എടാ, നമ്മുടെ മുൻപിലൊക്കെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലേലും എന്തോ പ്രശ്നമുണ്ട്. അല്ലെ പിന്നെ ഇപ്പൊ സ്നാനപ്പെടാൻ വന്ന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടോ? അപ്പൊ ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് കർത്താവിന് വിഷയമല്ല. Lord, why are you here? It is the Father's will. Let the people misunderstand me, but I am going to get baptized by John the Baptist. എന്തൊരു താഴ്മയാണ് പ്രിയരെ. ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ പൊസിഷൻ എന്താ? 12-ാം വയസ്സിൽ അവിടുത്തെ ഐഡന്റിറ്റിയെ കുറിച്ച് അറിവുണ്ട്. മറിയോട് പറയുന്നുണ്ട്, ഡോണ്ട് യു നോ ദാറ്റ് ഐ ഹാഡ് ടു ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്? ജോസഫ് അല്ല, ഹെവൻലി ഫാദറിന്റെ
പുത്രനാണ് കർത്താവ് എന്നുള്ളത് ഒരു തിരിച്ചറിവ് അവർത്തേക്കുണ്ടായിരുന്നു. ആ കർത്താവിന്റെ നമ്മുടെ ഇന്നത്തെ ഭാഷ പറയുക കേട്ടോ, ഒരു സന്ദേശം അയച്ച്, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യു നോ ഹു ഐ ആം, കം, ഒരു സ്പെഷ്യൽ നമ്മൾ മാത്രം മതി. അങ്ങനെയല്ലയോ ഇന്ന് പലരും സ്നാനം എടുക്കുന്നത്? ആരെ അറിയിക്കല്ലേ, ഒറ്റയാളെ അറിയിക്കരുത്. സ്നാനപ്പെടുത്തുന്ന പുള്ളിയും സ്നാനം കഴിക്കുന്ന ആളുകൾ വന്ന് എവിടാ, എവിടെയെങ്കിലും അകത്തൊരു ടബിനകത്ത് വരും ഒന്ന് മുക്കിപ്പൊക്കുക, സ്തോത്രം. അപ്പൊ സ്നാനവും കഴിഞ്ഞു, ആരും അറിഞ്ഞുമില്ല, എല്ലാം ഓക്കെ. ലുക്ക് അറ്റ് ജീസസ്. പിതാവിന്റെ ഇഷ്ടമാണോ? ഞാനത് എംഫസൈസ് ചെയ്ത് പറയുന്നത് കാരണം ജോൺ വിലക്കുമ്പോ പറയുന്നത് ഞോ ഇപ്പോൾ സമ്മതിക്ക്, ഇങ്ങനെ സകല നീതി നിവർത്തിക്കേണ്ടത് നമുക്ക് ഉചിതം. പിതാവൻ ദൈവം വെച്ചിരിക്കുന്ന വഴിയാണെങ്കിൽ ഐ വോണ്ട് ടു ഒബേ ഇറ്റ്. ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യട്ടെ. I am the son of God and I don't need logically baptism of repentance, but I will be baptized. ദൈവം വെച്ചിരിക്കുന്ന വഴിയാണ്, I will go through that. യേശുവിന് പാപം ഏറ്റു പറയാനില്ല, യേശുവിന് മാനസാന്തരപ്പെടാനില്ല, but she is willing to obey. Dear brothers and sisters, can we see ഇവിടെ ജീസസിനെ നമുക്ക് വാസ്തവത്തിൽ ജീസസിന്റെ ആ മനോഭാവം ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. ഭയങ്കര പണക്കാരനാ, വലിയ അങ്കിളാ, അങ്കിളിനെ പ്രൈവറ്റ് ആയിട്ട് ആരും കാണല്ല, സ്നാനപ്പെടുന്ന ആരോടും പറയേമരുത്. അതിന് സ്നാനപ്പെടുത്താൻ ഉപദേശിമാര് പോവും. അതെന്താ? ഡോളർ കിട്ടും. പ്രൈസ് ദി ലോർഡ്. യേശുവിന് ഒരു നാളം കേടുമില്ല. സ്തോത്രം. ഇനി അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, യോഹന്നാൻ സ്നാപകൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, അത് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. പക്ഷെ ജീസസ് ആരാണ് പ്രിയരെ? ഓക്കെ, ജീസസും ജോണും തമ്മിൽ ഒരു മാനുഷിക ബന്ധമുണ്ട്, ദേ ആർ കസിൻസ്. എന്നാലും സ്പിരിച്വലി ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. അല്ല, നമ്മൾ സ്നാനപ്പെടുകയാണെങ്കിലും നമുക്ക് എന്താ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പോലെ ഒരാളിനെയാണോ? ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ സൃഷ്ടിച്ചതാരാ? This is the creator in his humanity going and getting baptized. നമുക്ക് മക്കൾക്കൊരു സ്നാനം ഉണ്ടെങ്കിൽ ആരെ വിളിക്കും? നമ്മുടെ ലോക്കൽ പാസ്റ്റേഴ്സിനൊന്നും പറ്റത്തില്ല. എന്താ പോരാ, നമുക്ക് ആരെ വിളിക്കണം? വലിയ ആള് സന്ദർശിക്കുന്നുണ്ട്, പുള്ളിയാണ് മെയിൻ നമുക്ക് പുള്ളിയെ വിളിച്ചു വേണം. എന്ത് ചെലവുണ്ടെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാം. കാരണം അവരെ സ്നാനപ്പെടുത്തിയാലേ ഒരു എന്താ പറയുന്നത്, ഒരു ഗുമ്മുള്ളൂ. ഈ മക്കളോട് സ്നാനം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ബൈ ദ വേ, യോഹന്നാന്റെ സ്നാനമല്ല ഇന്ന് കൊടുക്കുന്നത്, ഇന്ന് വിശ്വാസ സ്നാനമാണ് കേട്ടോ. സ്തോത്രം. സ്നാനം എന്താണെന്ന് അറിയാതെ വന്ന ആളുകളെ മുക്കുക. ആര്? വലിയ പുള്ളിയെ വിളിച്ചിരിക്കുക. അല്ല, അതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ കല്യാണം നടത്തെങ്കിൽ സാധാരണക്കാർക്കും ഒക്കത്തില്ല. നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇറക്കണമെന്നാ പറയുന്നത്, ഇറക്കണം. ആഹാ, അതെന്തിന്? ഇവിടെ നടത്തിയാൽ കൈപിടിപ്പിച്ച് ഉഭയസമ്മത വാചകം പറഞ്ഞു കൊടുത്താൽ പറ്റത്തില്ലേ? പറ്റും. എന്നാലും നമുക്ക് നമ്മുടെ പ്രൗഢി ഒന്ന് കാണിക്കണ്ടേ? അതുകൊണ്ട് 2 and 4 ടിക്കറ്റും കൊടുത്ത് അവിടുത്തെ സ്നാന ശുശ്രൂഷയ്ക്കുള്ള സംഭാവനയും കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് വാനോളം ഈ മനുഷ്യനെ പുകഴ്ത്തി നമ്മൾ. അപ്പൊ അദ്ദേഹം കഴിപ്പിച്ചത് കൊണ്ട് കല്യാണം നിൽക്കണമെന്നുണ്ടോ? ഇല്ല. ചെറുക്കനും പെണ്ണും ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിച്ചെങ്കിലേ കാര്യം നടക്കൂ. ആര് കല്യാണം നടത്തിയാലും അതിനി പോട്ട്. ശവമടക്കത്തിന് നമ്മൾ ആരെ വിളിക്കണം? പോരാ, ഇവരൊന്നും പോരാ. പിന്നെ ആരെ വേണം ബ്രദറെ? അത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരണം. റോസപ്പൂ ഒക്കെ ഇവിടെ വെച്ച് ഇന്ത്യയിൽ നിന്ന് ആളിനെ ഇറക്കണം. അതെന്താണ്? ഇവിടെയുള്ളവര് ശവമടക്കം പറ്റത്തില്ലേ? അല്ല, ഈ ഇന്ത്യയിൽ നിന്ന് വരുന്ന പുള്ളി ശവമടക്കിയാൽ എഴുന്നേൽക്കുമോ ശവം? ഇല്ല. പക്ഷെ ശവമടക്കത്തിന് നമ്മളാരാന്ന് പൊതുജനം ഒന്ന് അറിയണമല്ലോ. കണ്ടോ കാര്യങ്ങളുടെ കിടപ്പ്? യേശുവിനെ നോക്ക്.
യേശുവിനെ നോക്ക്. പ്രൈസ് ദി ലോർഡ്. ആര് ശവം അടക്കിയാലും മാന്യമായ അടക്കൽ കൊടുക്കണം, മാന്യമായി വിവാഹ ശുശ്രൂഷ നടക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മൾ കേൾക്കുന്ന ആരെങ്കിലും സ്നാനപ്പെട്ടാൽ മാന്യമായി നടക്കണം. ഇതിനൊന്നും തർക്കം വേണ്ട. പക്ഷെ നമ്മുടെ അകത്തിരിക്കുന്ന ഒരു പ്രൗഢി ഉണ്ടല്ലോ, എനിക്ക് കാശുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളവനെ കൊണ്ട് നടത്താം. നോ മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ, ലുക്ക് അറ്റ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലുക്ക് അറ്റ് അവർ മാസ്റ്റർ. നമ്മൾ ഇതിന്റെ പുറകെയാ പോകുന്നെങ്കിൽ പിതാവ് വെച്ചിരിക്കുന്ന പാത ഇതായതുകൊണ്ട് ഞാൻ അനുസരിക്കും. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ആമേൻ, ഞാൻ സൃഷ്ടിച്ചയാളാ, പക്ഷേ ഐ ഹംബിൾ മൈസെൽഫ് ടു ഒബേ ദ ഫാദർ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അത് മാനസാന്തര സ്നാനമാണ്. ഇന്ന് സഭ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് വിശ്വാസ സ്നാനമാണ്. മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ആളുകളെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ ഇറക്കി മുക്കിയാണ് ഇന്ന് സ്നാനപ്പെടുത്തുന്നത്. സ്നാനമെന്ന വെള്ളത്തിനകത്തല്ല രക്ഷ. രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തണമെന്ന് യേശു കൽപ്പിച്ചിരിക്കുന്നു, അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ പ്രാക്ടീസ് ആയിരുന്നു. യേശു സ്നാനപ്പെട്ട സ്നാനമല്ല നമ്മൾ ഇന്ന് എടുക്കുന്ന. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവത്തിന്റെ വചനം കൽപ്പനയാണ്. അതനുസരിക്കണം. ഞാൻ ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ യാഗ മരണത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ല ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ ഇനി എന്തിനാ സ്നാനപ്പെടുന്നത്? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടോ? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ല, പക്ഷെ താങ്കൾ സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതെന്തിനാണ്? യേശുവിൽ അർപ്പിച്ച വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടയാള് തുടർന്ന് കർത്താവിന്റെ ഒരു കൽപ്പനയും മാറ്റിവെക്കാൻ പാടില്ല. അതനുസരിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പുത്രനായ യേശു ഈ താണഭൂമിയിൽ അവിടുത്തെ മനുഷ്യത്വത്തിൽ സ്നാനപ്പെടാൻ മടിയില്ലാതെ എനിക്കൊരു മാതൃക കാണിച്ചെങ്കിൽ ഇന്നത്തെ വിശ്വാസ സ്നാനത്തിന് എനിക്ക് ഒരു മടിയോ ലജ്ജയോ വേണ്ട കാര്യമില്ല. I will obey the Lord in water baptism. സാധിക്കുമോ? അതോ ഉരുട്ടിപ്പരട്ടി ആത്മീയമാണോ? ഞാൻ പറയട്ടെ, സ്നാനം കൊണ്ടും പൂർത്തീകരണമല്ല, ഇതൊരു തുടക്കമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ. എന്താണ് മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യം പറയുന്നത്? സ്നാനപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ഇവരെ ശിഷ്യരാക്കണം. രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ഞാൻ പറയട്ടെ, സ്നാനപ്പെടാത്ത ആളിനെ എന്ത് ശിഷ്യത്വമാണ് പഠിപ്പിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ പോയല്ലോ, ഇല്ലേ? അതുകൊണ്ട് ഈ ദിവസം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ പറയാം, അല്ല ഞങ്ങളൊന്ന് കൂടിയ പാരമ്പര്യമുള്ളവരാ. ഓ ആന്നല്ലേ? ആഹാ, ഭയങ്കര വീട്ടുകാരാ. ഓഹോ, അപ്പൊ യേശുവിനേക്കാളും വലിയ വീടാന്നോ? അല്ല, അങ്ങനല്ല. എന്നാ പിന്നെ മര്യാദയ്ക്ക് സ്നാനപ്പെട്ടോ. മനസ്സിലായോ? ദൈവത്തിന്റെ വചനം അതായതുകൊണ്ട് ഇഫ് യു ഫിയർ ഗോഡ്, വിശ്വസിച്ച് സ്നാനമേൽക്കണം എന്നുള്ളത് തിരുവെഴുത്തിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന് എന്തുടക്ക് വന്നാലും നമുക്ക് മറ്റൊരു സെഷൻ വേണേൽ വാട്ടർ ബാപ്റ്റിസത്തിന്റെ ക്ലാസ് എടുക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കള്ളന്റെ കാര്യവും പറഞ്ഞ് ഒന്നും തടി തപ്പരുത്. നിത്യതയെക്കുറിച്ച് ചിന്തിക്ക്. യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ come on, follow Jesus. Jesus was baptized
ബൈ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അവിടുത്തെ ഒരു ലജ്ജയുമില്ല. ഈവൻ സ്റ്റാൻഡിങ് വിത്ത് സിന്നേഴ്സ്, ഒരു ലജ്ജയുമില്ല. ഹി ഒബെയ്ഡ് ഇറ്റ് ബിക്കോസ് ദ ഫാദർ ഹാഡ് കെപ്റ്റ് ദാറ്റ് വേ. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് നമുക്ക് ഉചിതമാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ പ്രിയരെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശ് മരണം നമ്മുടെ പാപക്ഷമയ്ക്കാണ്. നമുക്കത് അറിയാം. പലപ്പോഴും നമ്മൾ അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ദാറ്റ് ഈസ് ദ പാസീവ് ഒബീഡിയൻസ് ജീസസ്. വേദശാസ്ത്രികളുടെ ഒരു ടേമാണ്. പക്ഷെ യേശുവിന്റെ ആക്റ്റീവ് ഒബീഡിയൻസ് ഉണ്ട്. അതെന്താണ്? ഈ 33 വയസ്സ് യേശു ന്യായപ്രമാണം മുഴുവനും അനുസരിച്ചു. ഒറ്റ കുത്തിനോ കോമായി പോലും ഡിസൊബീഡിയന്റ് ആയിരുന്നില്ല. ആ നീതി എനിക്ക് സൗജന്യമായി കണക്കിടും ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ. വാവ്! കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ പാപം കർത്താവിന്റെ മേൽ ചുമത്തപ്പെട്ടു. ആസ് ഇഫ് ജീസസ് ലിവ്ഡ് മൈ ലൈഫ്. ഞാൻ യേശുവിന്റെ യാഗമരണത്തിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് എന്നെ കുറ്റവിമുക്തനാക്കുകയാണ്. എന്നെ വിശ്വാസത്താൽ, എന്റെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്നെ നീതീകരിക്കുകയാണ്. പാപക്ഷമ എനിക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ യേശുവിന്റെ ആ പെർഫെക്റ്റ് നീതി എനിക്ക് കണക്കിടുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവിതം ഞാൻ ജീവിച്ചതായി കണക്കിടുക. ഇത്ര വലിയ സുവിശേഷം കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് യേശു അവിടെ പോയി ഈ സ്നാനത്തിന്റെ ആ കാർമ്മിക കാര്യത്തിലൂടെ യേശു കടന്നു പോകുന്നത്? അവിടത്തേക്ക് ഒന്നും മാനസാന്തരപ്പെടാനില്ല. അവിടത്തേക്ക് ഒരു പാപം ഏറ്റു പറയാനില്ല. നോ, ഹി സിൻലെസ്. 2 കൊരിന്ത്യർ ലേഖനം 5:21 പോൾ പറയുന്നത്, പാപമറിയാത്തവരെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അനുസരണം, ദി ആക്റ്റീവ് ഒബീഡിയൻസ് നമുക്ക് കണക്കിടുന്നു പ്രിയപ്പെട്ടവരെ. സോ ഹി ഒബെയ്ഡ് എവ്രിതിങ്. യേശുവിന്റെ ലൈഫ്, യേശുവിന്റെ ക്രൂശ് മരണം രണ്ടും നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സ്നാനം, ലൂക്കോസിന്റെ സുവിശേഷം 3:21-22 വാക്യങ്ങൾ നമ്മൾ വായിച്ച് അവിടെ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. എന്റെ സമയം ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. അടുത്ത ആഴ്ചയിൽ ഇവിടുത്തെ ഒരു പദപ്രയോഗം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. ലൂക്കോസ് മാത്രമാണ് പറയുന്നത് that Jesus prayed. ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. പ്രാർത്ഥനയ്ക്ക് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു മോഡൽ വേണമെങ്കിൽ ലുക്ക് അറ്റ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഹ്യൂമാനിറ്റി. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. യു ഓൾവേസ് സീ ജീസസ് ആസ് പ്രേയിങ്. അത് ഭയങ്കരമായി ശിഷ്യന്മാരെ ഇംപ്രസ് ചെയ്തുകൊണ്ട് അവരൊരിക്കൽ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന്. പ്രസംഗിക്കാനല്ല കേട്ടോ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിന്റെ വെളിച്ചത്തിലാണ് ജീസസ് കർത്തൃ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന ശിഷ്യന്മാർ പഠിക്കേണ്ട ആ പ്രാർത്ഥന അവരെ പഠിപ്പിച്ചു കൊടുത്തത്. സ്തോത്രം. ജീസസിന്റെ പ്രെയർ ലൈഫ് നമുക്ക് കോപ്പി ചെയ്യാം. ജീസസിന്റെ ഒബീഡിയൻസ് നമുക്ക് കോപ്പി ചെയ്യാം. ജീസസിന്റെ ആ താഴ്മ, ഹ്യൂമിലിറ്റി നമുക്ക് കോപ്പി ചെയ്യാം. ഈ മനോഭാവം ആത്മാവിനാൽ നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകട്ടെ. ആത്മാവിന് നമുക്ക് വിധേയപ്പെടാം. അപ്പോൾ തന്നെ ജോലി ചെയ്ത് ആ കരങ്ങൾ കൊണ്ട് ഉപജീവനം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഫുൾ ടൈമിലേക്ക് ദൈവം വിളിക്കുന്ന സമയങ്ങളുണ്ട്. അതുവരെയും ദൈവഹിതപ്രകാരം ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് കൂറുപുലർത്തി വിശ്വസ്ത. അല്ലാതെ ഈ നമ്മള് ജോലി സ്ഥലത്തിരുന്നു കൊണ്ട് കൃത്രിമങ്ങൾ കാണിക്കുകയല്ല. പണ്ട്, ഇപ്പോഴും ഇപ്പൊ ഈ ഉള്ള ക്യാമറയും എല്ലാം വന്നുകൊണ്ട് സംഗതി നടക്കത്തില്ല. പണ്ട് വീട്ടില് അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒക്കെ ഡയബറ്റിക്ക. അതുകൊണ്ട് ദൈവം നടത്തിയ വഴികൾ, ഇൻസുലിന് ഹോസ്പിറ്റലിൽ നിന്ന് തപ്പിക്കൊണ്ട് വീട്ടിൽ വന്ന് കുത്തിവെക്കുക. എന്താ ചെയ്യുന്നത്? മനസ്സിലായോ? അനേക ആളുകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഇനിയും നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുക, അവിടെ ഇൻസുലിൻ അല്ല കിട്ടുന്നത്. ആ മോന്റെയും പാഠപുസ്തകത്തിന്റെ ഫോട്ടോകോപ്പി, ഒരു 100 പേജ് ഫോട്ടോകോപ്പി എടുത്തുകൊണ്ട് വന്നു. ആ വിശ്വസ്തതയാണത്.
പക്ക മോഷണമാണത്. മനസ്സിലായോ? പക്ക മോഷണം. അവിടെയെല്ലാം ഈ എന്താ പേനയും പെൻസിലും ഒക്കെ അങ്ങ് കെട്ടുകണക്കിന് മേടിച്ചു വെച്ചാൽ, അല്ല ഇത്രയും കെട്ടെന്തിനാ ഇത്? നമ്മുടെ വീട്ടിലൊരു കെട്ടം കൊണ്ടുപോയാലോ? കുഴപ്പമില്ല. അപ്പൊ തന്നെത്താൻ ബലപ്പെടുത്തുക. കുഴപ്പമില്ല, ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇല്ലാതൊന്നും അല്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് ഒരു കെട്ട് കൊണ്ടുപോയി പിള്ളേർക്ക് കൊടുക്കുക, മോനെ നല്ലതായിട്ട് എഴുതി പഠിക്കട. ഇതെല്ലാം തട്ടിപ്പാണ്, മോഷണമാണ്, യേശുവിന്റെ മാർഗവും അല്ല. ആമേൻ. സ്തോത്രം. ഈ ദൂത് കേട്ടാൽ കൈയടിക്കാൻ തോന്നുമോ? കൈയടിക്കാൻ തോന്നുമോ? ഇല്ല. യേശുവിനെ അനുഗമിക്കാൻ പ്രിയപ്പെട്ടവരെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബീങ് പേഷ്യന്റ് ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓവർ ടു യു